എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ CM കിഡ്സ് സ്കോളർഷിപ്പിൽ മലയാളത്തിൽ നിന്നും 5 മാർക്കിന് വിവരണാത്മക രീതിയിൽ ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള രചനാപരിചയക്കുറിപ്പിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം വരെ LSSൽ മലയാളത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആസ്വാദനക്കുറിപ്പായിരുന്നു. എന്നാൽ ഈ വർഷം ആസ്വാദനക്കുറിപ്പ് 4ാം ക്ലാസ്സിൽ പഠിക്കാനില്ല, അത് 5ാം ക്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. പകരം 4ാം ക്ലാസ്സിൽ വന്ന പുതിയ വ്യവഹാര രൂപമാണ് രചനാപരിചയക്കുറിപ്പ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ആസ്വാദനക്കുറിപ്പിന് കിട്ടുന്ന ഒരു പ്രാധാന്യം ഈ വർഷത്തെ രചനാപരിചയക്കുറിപ്പിന് കിട്ടുന്നുണ്ട്. നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷയിൽ ഒരു കവിത തന്നിട്ട് അതിൻ്റെ രചനാപരിചയക്കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ രചനാപരിചയക്കുറിപ്പ് എന്താണ്, അത് എങ്ങനെ എഴുതാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉദാഹരണ സഹിതം ഈ ക്ലാസ്സിൽ പരിചയപ്പെടാം. രചനാപരിചയക്കുറിപ്പ് എന്ത്? നമുക്കറിയാം, നമ്മളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അത് കഥയോ കവിതയോ അല്ലെങ്കിൽ ലേഖനമോ എന്തുമാകാം, അത് വായിച്ച് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി എഴുതിയിരുന്ന കുറിപ്പായിരുന്നു ആസ്വാദനക്കുറിപ്പ്. അതിൽ നമുക്ക് കൃത്യമായ ഒരു ഘടനയൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ച കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ കൃതിയെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് കുറിപ്പിൽ പരാമർശിക്കാമായിരുന്നു. എന്നാൽ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടേ ഉള്ളൂ. ഏകദേശം നമുക്ക് ആസ്വാദനക്കുറിപ്പ് തന്നെയാണെന്ന് പറയാം, പക്ഷെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. നമ്മുടെ രചനാപരിചയക്കുറിപ്പ് നമ്മളൊരു പുസ്തകം വായിച്ച് ആസ്വദിച്ച ശേഷം അതിനെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി തയ്യാറാക്കുന്ന കുറിപ്പാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കണം ഈ രചനാപരിചയക്കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്? നമുക്ക് നോക്കാം. ഒരു ഘടന നമുക്ക് ഈ രചനാപരിചയക്കുറിപ്പിന് നൽകിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൃത്യമായി പരിശോധിക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഏതൊരു കഥയോ കവിതയോ കിട്ടിയാലും രചനാപരിചയക്കുറിപ്പ് തയ്യാറാക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് പോകണം. രചനാപരിചയക്കുറിപ്പിന്റെ ഘടന. അപ്പോൾ നമ്മളൊരു രചനാപരിചയക്കുറിപ്പ് എഴുതി തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിന് അതിയായ പ്രാധാന്യമുണ്ട്. മറ്റൊരാൾക്ക് നമ്മളൊരു പുതിയൊരു പുസ്തകം വായിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്, അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അവരിലൊരു താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിൽ വേണം നമ്മുടെ രചനാപരിചയക്കുറിപ്പ് തുടങ്ങാൻ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? രചനയിലെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് രസകരമായ ഒരു തുടക്കം വേണം. ഉദാഹരണ സഹിതം പറയും. നമ്മൾ പൂമ്പാറ്റയെ പറ്റിയുള്ള ഒരു കവിതയാണ് വായിച്ചത്, അതിൻ്റെ രചനാപരിചയക്കുറിപ്പ് വേണം തയ്യാറാക്കാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ തുടങ്ങണം? ആ പൂമ്പാറ്റയെ പറ്റി കുറച്ച് രസകരമായ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ പറയണം. ഒരു ഉദാഹരണമായിട്ട്, പല വർണ്ണങ്ങളിൽ പാറിപ്പറന്ന് നമ്മുടെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്ന പൂമ്പാറ്റകളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പൂമ്പാറ്റകളെ കുറിച്ചുള്ള ഒരു മനോഹരമായ കവിതയുണ്ട്. അത്രയും കാര്യങ്ങൾ പറഞ്ഞ് നല്ലൊരു തുടക്കം കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഈ രചനാപരിചയക്കുറിപ്പ് വായിക്കാനുള്ളൊരു താല്പര്യമുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത്. എന്തിനെ പറ്റിയാണോ ആ കവിത, ആ കവിതയിലെ പ്രധാനപ്പെട്ട ആശയം എന്താണോ അതിനെപ്പറ്റി നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നോ നമ്മുടെ ഒരു ഇഷ്ടത്തിൽ നിന്നോ കുറച്ച് കാര്യങ്ങൾ നല്ലൊരു തുടക്കമായിട്ട് എഴുതി കൊടുക്കണം. അതിനുശേഷം രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കൃതിയെയും എഴുത്തുകാരനെയും പരിചയപ്പെടുത്തുന്നു. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾ എവിടെയായിരുന്നു നിർത്തിയത്? പൂമ്പാറ്റകളെ കുറിച്ചുള്ള ഒരു മനോഹരമായ കവിതയുണ്ട്, ഇന്ന ആൾ എഴുതിയ ഇന്ന കവിതയാണ് ഞാൻ വായിച്ചത്. അപ്പൊ അവിടെ എഴുത്തുകാരന്റെയും കൃതിയുടെയും പേര് നമുക്ക് കൊടുക്കാം. അത്തരത്തിൽ വേണം. അല്ലാതെ നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇന്ന ആൾ എഴുതിയ ഇന്ന കവിതയാണ് ഞാൻ വായിച്ചത് എന്ന് പറഞ്ഞായിരുന്നു തുടങ്ങിയിരുന്നത്. പക്ഷേ രചനാപരിചയക്കുറിപ്പിന്റെ തുടക്കം അത്തരത്തിലല്ല. രസകരമായ ഒരു തുടക്കം നമ്മൾ നിർബന്ധമായും നൽകണം. ഓക്കെ, അടുത്ത കാര്യം, നമ്മളെ കവിതയായാലും കഥയായാലും അതിൽ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും. ആ കഥാപാത്രങ്ങളെയും ആ രചനയിലെ സംഭവങ്ങളെയും എഴുത്തുകാരനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അതിൽ പറയുന്ന കാര്യം, ആശയം എന്താണെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങണം. പക്ഷേ ആസ്വാദനക്കുറിപ്പിൽ ഉണ്ടായിരുന്നത് പോലെ മുഴുവൻ കാര്യങ്ങളും അതിൽ പറയാൻ പാടില്ല. കാരണം എന്താണ്? നമ്മൾ മറ്റൊരാളെ
പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന പുസ്തകം വായിച്ചു നോക്കണം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ അവസാനം വരെ, അതായത് ക്ലൈമാക്സ് വരെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വായിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. ഉദാഹരണമായിട്ട് നമുക്ക് സിനിമയുടെ കാര്യം എടുക്കാം. മോഹൻലാലിൻ്റെ തുടരും എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതൊരു സസ്പെൻസ് ത്രില്ലർ സിനിമയായിരുന്നു. അവൻ്റെ ക്ലൈമാക്സിലേക്ക് ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തിനോട് ഈ സിനിമയിലെ മുഴുവൻ കഥയും അങ്ങ് പറഞ്ഞു, ഇന്നതാണ് സസ്പെൻസ്, ഇങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ സിനിമ കാണാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുമോ? അല്ലെങ്കിൽ തന്നെ അവർ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടതുപോലത്തെ ഒരു രസം അവർക്ക് കിട്ടുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കഥയോ കവിതയോ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ കവിതയുടെ അല്ലെങ്കിൽ കഥയുടെ അവസാനത്തിലേക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നില്ല. അത് അവരോട് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറയുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഈ കവിതയിലെ അല്ലെങ്കിൽ കഥയിലെ ആശയങ്ങൾ നമ്മൾ രചനാ പരിചയക്കുറിപ്പിൽ ഉൾപ്പെടുത്താൻ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ശബ്ദഭംഗിയും പ്രയോഗഭംഗിയും നമുക്കിതിൽ സൂചിപ്പിക്കാം. ശബ്ദഭംഗി എന്നാൽ എന്താണ്? ഒരേപോലത്തെ അക്ഷരങ്ങളോ ശബ്ദങ്ങളോ ആവർത്തിച്ചു വരുന്നത് കൊണ്ട് കവിതയ്ക്ക് ലഭിക്കുന്നൊരു ഭംഗിയാണ് അല്ലേ. കവിത ചൊല്ലാൻ തന്നെ ഒരു രസമായിരിക്കും, കേൾക്കാൻ തന്നെ രസമായിരിക്കും. നമ്മുടെ സൈക്കിള് ചവിട്ടാൻ എന്നുള്ള കവിതയിൽ മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം, ആ വരിയിൽ ഐ എന്നുള്ള ശബ്ദവും ക എന്നുള്ള അക്ഷരവും എൾ എന്നുള്ള അക്ഷരമൊക്കെ ആവർത്തിച്ച് വരുന്നുണ്ട്. അതൊക്കെ കേൾക്കാൻ തന്നെ ഒരു രസമാണ് അല്ലേ. അത്തരത്തിൽ ഒരേ ശബ്ദം അല്ലെങ്കിൽ ഒരേ അക്ഷരം ആവർത്തിച്ചു വരുമ്പോൾ കവിതയ്ക്ക് കിട്ടുന്ന ഭംഗിയാണ് ശബ്ദഭംഗി. അതിനെപ്പറ്റി നമ്മൾ സൂചിപ്പിക്കണം. മറ്റൊന്നെന്താണ്? പ്രയോഗഭംഗിയാണ്. പ്രയോഗം നമുക്ക് മുൻപ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, ക്ലാസ്സിലൊക്കെ ചെയ്യാനുള്ള കാര്യമാണ്. 4ാം ക്ലാസ്സിൽ പ്രയോഗങ്ങൾ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഉദാഹരണം നോക്കാം. 3ാം ക്ലാസ്സിലെ അപ്പാണ്യത്തിന് പോയ പലഹാരക്കുതിയന്മാർ എന്നൊരു കഥയുണ്ടായിരുന്നല്ലോ. അതിൽ ഈ അപ്പങ്ങളെ പറ്റി പറയുമ്പോൾ അവരുടെ വായിൽ നിന്ന് വെള്ളമൊഴുകി അതൊരു പുഴയായി മാറി എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ ഒരു ഭക്ഷണത്തിനെ പറ്റി നമുക്ക് നല്ല മനസ്സിലൊക്കെ ആലോചിച്ചാൽ നമ്മുടെ വായിൽ വെള്ളം വരും. പക്ഷെ അതൊഴുകിയിട്ടൊരു പുഴയായി മാറുന്നുണ്ടോ? ഇല്ല. അതൊരു പ്രയോഗമാണ്. നമ്മളല്ലാതെ തന്നെ പറയാറുണ്ട്, വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട്. സത്യത്തിൽ വായിലുള്ള വെള്ളത്തിലെ കപ്പലോടിക്കാൻ സാധിക്കുമോ? അത്രയും വെള്ളമൊക്കെ ഉണ്ടോ? ഇല്ല. അത് നമുക്ക് നല്ല കൊതി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ എഴുത്തുകാരൻ നടത്തിയ ഒരു പ്രയോഗമാണ്. ഇത്തരത്തിലെ പ്രയോഗങ്ങളെ പറ്റിയും നമ്മൾ ഇതിൽ സൂചിപ്പിക്കണം. എല്ലാ കവിതയിലും നമുക്ക് ഇതേ രീതിയിൽ പ്രയോഗവും ശബ്ദഭംഗിയൊക്കെ കണ്ടെത്താൻ പറ്റണമെന്നില്ല. എന്നാലും നമ്മൾ സാധിക്കുന്നതൊക്കെ ആ രീതിയിൽ ഉൾപ്പെടുത്തണം. അടുത്തതായിട്ട് ഈ കൃതികളിലൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, അത് വായിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എഴുതുമ്പോൾ അതിൽ കുട്ടികളുടെ പുസ്തകമൊക്കെ ആകുമ്പോൾ രസകരമായ ചിത്രങ്ങളുണ്ടാകും. ആ ചിത്രങ്ങളെ പറ്റി നമ്മൾ സൂചിപ്പിക്കണം. നല്ല മനോഹരമായ ചിത്രങ്ങളുണ്ടെന്നും ആ ചിത്രങ്ങൾ വരച്ചത് ആരാണെന്ന് അതിൽ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് കൂടി നമ്മൾ സൂചിപ്പിക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? കഥയുടെ അവസാനം, നമ്മുടെ രചനാ പരിചയക്കുറിപ്പ് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? കഥയുടെ അവസാനത്തെ പറ്റിയൊന്നും പറയാൻ പാടില്ല. ഈ കഥയിൽ എന്താണ് സംഭവിച്ചത്, ഈ കഥയുടെ അവസാനം അല്ലെങ്കിൽ കവിതയുടെ അവസാനം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതറിയാനായിട്ട് നിങ്ങൾ ഈ പുസ്തകം വായിച്ചു നോക്കൂ. ആ രീതിയിൽ പറഞ്ഞിട്ട് വേണം നമ്മുടെ രചനാ പരിചയക്കുറിപ്പ് അവസാനിപ്പിക്കാൻ. അപ്പോൾ എന്താണ്? നമ്മളൊരു പുസ്തകം പരിചയപ്പെടുത്തി മറ്റൊരാൾക്ക്, എന്നിട്ട് അവരോട് അത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ പുസ്തകം വായിച്ചു നോക്കൂ എന്ന് പറയുകയാണ്. ആ രീതിയിലായിരിക്കണം നമ്മുടെ രചനാ പരിചയക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇത് കൂടാതെ നമ്മുടെ കവിതയുടെ പേരൊക്കെ പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ നമുക്ക് വേണമെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പ്രസാധകരുടെ പേരൊക്കെ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു ഉദാഹരണ സഹിതം രചനാ പരിചയക്കുറിപ്പിലേക്ക് പോവുകയാണ്. നമുക്ക് ഏറെ പരിചിതമായ സൈക്കിൾ ചവിട്ടാൻ എന്ന കവിതയുടെ രചനാ പരിചയക്കുറിപ്പാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ രചനാ പരിചയക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്കൊരു തലക്കെട്ട് ആവശ്യമാണ്. അപ്പോൾ ഈ രചനാ പരിചയക്കുറിപ്പിന് നമ്മൾ വായിച്ച പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ കവിതയുടെ പേരല്ല നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ ആശയവുമായി ബന്ധപ്പെടുത്തി നല്ലൊരു തലക്കെട്ട് നമ്മൾ കൊടുക്കണം. ഇവിടെ നൽകിയ തലക്കെട്ട് ഒന്ന് ശ്രദ്ധിക്കൂ. മാനത്തേക്കൊരു യാത്ര. നമുക്കറിയാം, നമ്മുടെ കുട്ടി ഒരു യാത്ര പോവുകയാണ്. അത് എവിടത്തേക്ക്? അമ്പിളിമാമനെ തേടി മാനത്തേക്ക്. അതുകൊണ്ടാണ് മാനത്തേക്കൊരു യാത്ര എന്നുള്ള തലക്കെട്ട് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്.
നമുക്ക് രചനാപരിചയക്കുറിപ്പിലേക്ക് നോക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്നുകൂടി പരിശോധിക്കാം. രചനയിലെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് രസകരമായ തുടക്കം വേണം, പിന്നെ കൃതിയെയും എഴുത്തുകാരനെയും പരിചയപ്പെടുത്തുന്നു, എന്നിട്ട് ആ കഥാപാത്രങ്ങളെയും അതിലെ കഥാപാത്രങ്ങളെയും കഥയിലെ സംഭവങ്ങളെയും പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. യാത്ര പോകാൻ ഇഷ്ടമില്ലാത്തവരായി ആരുമില്ല. അതും മാനത്ത് നിന്നും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന ചന്ദ്രനിലേക്കായാലോ? സ്വപ്നതുല്യമായ അത്തരം ഒരു യാത്ര പോകാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ആ തുടക്കമാണ് കൊടുത്തത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിൽ പുസ്തകത്തിനെ പേര് പരിചയപ്പെടുത്താം, എഴുതിയ ആളുടെ പേര് പറയാം, പിന്നെ അതിൻ്റെ ആശയത്തെക്കുറിച്ചും അതിലുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ആ ഭാഗം കൂടി നമുക്കിനി വായിച്ചു നോക്കാം. ചന്ദ്രനിലേക്ക് ഒരു യാത്ര നടത്തുന്ന ഒരു കുട്ടിയുടെ കവിതയുണ്ട്. പി രാമചന്ദ്രൻ രചിച്ച സൈക്കിൾ ചവിട്ടാൻ എന്ന കവിതയിലാണ് ഈ കുട്ടി ചന്ദ്രനിലേക്ക് യാത്ര പുറപ്പെടുന്നത്. യാത്ര പോകാൻ സൈക്കിളിനായി സൈക്കിൾ കടക്കാരൻ മൈക്കിൾ ചേട്ടന്റെ അടുത്തെത്തിയപ്പോൾ മൈക്കിൾ ചേട്ടൻ ഒരുപാട് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് കുട്ടിയെ ഒഴിവാക്കാൻ ശ്രമിച്ചു. എന്തൊക്കെയാ മൈക്കിൾ ചേട്ടൻ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയണ്ടേ? സൈക്കിളിന് ബെല്ലില്ല, ബ്രേക്കില്ല, ടയറില്ല എന്നിങ്ങനെ. എന്നാൽ മിടുക്കനായ കുട്ടി ഇതിനെല്ലാം ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകിക്കൊണ്ട് അവസാനം സൈക്കിളുമായി അവൻ യാത്ര തുടങ്ങി. അപ്പൊ നമ്മൾ കവിതയുടെ ആശയത്തിലേക്ക് വന്നു. അത്രയും കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ മുഴുവൻ കാര്യങ്ങളും ചന്ദ്രനിൽ എത്തിയതും അവിടെ നിന്ന് ആകാശത്തെത്തിയതും ചന്ദ്രനെ കണ്ടതും ചന്ദ്രനെയും കൂട്ടി തിരിച്ചു വരാൻ പോകുന്നതുമൊന്നും നമ്മളിവിടെ പറയുന്നില്ല. അതെല്ലാം വായനക്കാരൻ വായിച്ച് മനസ്സിലാക്കണം, അല്ലാതെ നമ്മൾ മുൻകൂട്ടി പറയാൻ പാടില്ല. ഇനി നമുക്ക് ശബ്ദഭംഗിയിലേക്ക് കടക്കാം. മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം എന്ന വരിയിൽ അക്ഷരങ്ങളും ശബ്ദങ്ങളും ആവർത്തിച്ചു വരുന്നത് പോലെ ശബ്ദഭംഗി നൽകുന്ന നിരവധി സന്ദർഭങ്ങൾ ഈ കവിതയിൽ കാണും. അപ്പൊ ശബ്ദഭംഗിയെ പറ്റി നമ്മൾ അവിടെ പറഞ്ഞു. ഇനി നമുക്ക് പ്രയോഗത്തിനെ പറ്റി പറയണം. നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ എടുത്ത് പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഇതിൽ പ്രയോഗം ഉൾപ്പെടുത്തിയിട്ടില്ല. സാധാരണ കവിതകളിലൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ലഭിക്കുന്ന കവിതകളിലൊക്കെ പ്രയോഗങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട് എന്ന് പറയുന്നത് ഈ കവിതയിലെ പ്രയോഗമാണ്. അവർക്ക് അത്രയ്ക്കും കൊതിയായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കാം. അത്തരത്തിലാണ് അവിടെ പ്രയോഗത്തിനെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ ശബ്ദഭംഗിയും പ്രയോഗഭംഗിയും, അപ്പോൾ അത് ഈ കവിതയിലെ കാര്യമല്ല പറഞ്ഞത്, അപ്പാണ്യത്തിലെ കാര്യമാണ്. അപ്പം നമുക്ക് പ്രയോഗഭംഗിയും ശബ്ദഭംഗിയും കഴിഞ്ഞിട്ട് ആ പുസ്തകത്തിലെ ഈ കവിതയുമായി ബന്ധപ്പെട്ട് നൽകിയ ചിത്രങ്ങളെ പറ്റി പറയുന്നു. വായനക്കാരുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന രസകരമായ നിരവധി ചിത്രങ്ങളും ഈ കവിതയോടൊപ്പം നൽകിയിട്ടുണ്ട്. അത് ആരാണ് വരച്ചതെന്ന് നമ്മുടെ പുസ്തകത്തിൽ നൽകാത്തത് കൊണ്ട് ആ കാര്യം മാത്രം സൂചിപ്പിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് തരുന്നത് ചിത്രങ്ങൾ ഉണ്ടാവണമെന്നില്ല, അപ്പോൾ ആ ഭാഗം നമുക്ക് ഒഴിവാക്കാം. ഇനിയാണ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ രചനാപരിചയക്കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാൾക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണ്, പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, അവരോട് വായിക്കണമെന്ന് പറയുകയാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ വായിച്ചു നോക്കണമെന്ന് നമ്മൾ പറയുകയാണ് കേട്ടോ. സൈക്കിളുമായി എങ്ങനെയാണ് ആകാശത്തിലുള്ള ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുക എന്നും അവന് എന്ത് സംഭവിച്ചു എന്നും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതൊക്കെ അറിയാനായി നിങ്ങൾ ഈ രസകരമായ കവിത വായിച്ചു നോക്കൂ. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഈ കവിത നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് തീർച്ചയാണ്. അപ്പോൾ നമ്മുടെ രചനാപരിചയക്കുറിപ്പ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? അവരോട് വായിച്ചു നോക്കാൻ, ബാക്കി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളും വായിച്ചു നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ രചനാപരിചയക്കുറിപ്പ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ രചനാപരിചയക്കുറിപ്പിനൊരു തലക്കെട്ട് നൽകണം. രണ്ടാമത്, എന്തിനെ പറ്റിയാണോ നമ്മുടെ ഈ കവിത അല്ലെങ്കിൽ കഥ, അതിനെപ്പറ്റി, ആ വിഷയത്തിനെ പറ്റി ഒന്ന് രസകരമായിട്ടുള്ള എന്തെങ്കിലും കുറച്ച് 1-2 വാക്യങ്ങൾ നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തണം. പിന്നീട് നമ്മുടെ കവിതയുടെ പേരും ആ കവിത എഴുതിയ ആളുടെ പേരും ഒക്കെ പറയാം. പിന്നെ ആ കവിതയിലെ ആശയം, എന്തൊക്കെയാണ് ആ കവിതയിൽ സംഭവിക്കുന്നത്, പിന്നെ അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ പറയാം. പക്ഷെ ആശയം പറയുമ്പോൾ നമ്മൾ അവസാനം വരെ പറഞ്ഞു പോകരുത്, ഒരു പരിധിയിൽ നമ്മൾ നിർത്തണം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ശബ്ദഭംഗിയെ പറ്റിയും പ്രയോഗ ഭംഗിയെ പറ്റിയും പറയണം. എല്ലാം കഴിഞ്ഞ് അവസാനം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പുസ്തകം വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കഥ അല്ലെങ്കിൽ കവിത വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ രചനാപരിചയക്കുറിപ്പ് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഏതൊരു കവിത അല്ലെങ്കിൽ ഏതൊരു കഥ ലഭിച്ചാലും നമുക്ക് രചനാപരിചയക്കുറിപ്പ് എഴുതാൻ സാധിക്കണം. അപ്പോൾ ഇതിൽ ഒരു മോഡലായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ഒരു കവിത ആയതുകൊണ്ടാണ് അതിൻ്റെ തന്നെ ഒരു മോഡൽ തയ്യാറാക്കി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പരിചയമുണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഈ രീതിയിൽ നിങ്ങൾ കൂടുതൽ കഥകളുടെയും കവിതകളുടെയും രചനാപരിചയക്കുറിപ്പുകൾ തയ്യാറാക്കി പരിശീലിച്ചു നോക്കുക. ഓക്കെ.